അപ്പം ഞാൻ ഈ പാക്ക് ഇട്ടതിന് ശേഷമാണ് ഈ ഇൻട്രോ പറയുന്നത്. ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ലോക്സിലോട്ട് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ. അപ്പം നമുക്കിന്ന് എന്താ പറയണ, ചിങ്ങം 1-ാം തീയതിയാണ്. അപ്പം എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ, പിന്നെ കുറച്ച് നമ്മുടെ എന്താ പറയുക ടിപ്സ്, ഒരു പിന്നെ കൊറിയൻ ടിപ്സ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പം ഇന്ന് വീട്ടിലെ വിശേഷങ്ങളും കുറച്ച് നമ്മുടെ ഈ ബ്യൂട്ടി ടിപ്സുമാണ് ഞാനിതിലോട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചേർത്തേക്കുന്നത്. അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 1 കപ്പ് ചോറാണ്. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണ വല്ല ക്രീമൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഡള്ളായി പോവില്ലേ. അപ്പം ഈ ഇതിട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇതും വരത്തുമില്ല. നമ്മൾ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ റിസൾട്ട് കിട്ടും. സ്കിന്നൊക്കെ നല്ല അടിപൊളിയാവും, നമുക്ക് നല്ല സോഫ്റ്റും ഒക്കെ ആവും. അപ്പോൾ നമ്മുടെ കൊറിയക്കാരൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ ചോറ് കൊണ്ടുള്ള ഇതാണ്, ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് മിക്സിയിൽ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒരു നല്ലൊരു തുണി എടുത്തിടുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചില്ലേ ആ ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. മിക്സിയിൽ നമ്മൾ അടിച്ചില്ലേ അത് നന്നായിട്ട് അരച്ചത് ഒരു 2-3 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ തുണിയിൽ വേണം ധരിച്ചെടുക്കാനായിട്ട്, ക്രീമായിട്ട് കിട്ടാനായിട്ടാണ്. എന്നിട്ട് ഇതിങ്ങനെ എടുക്കണം നമ്മൾ. തെറിച്ചു പോയാൽ എന്താ അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ആ ക്രീം കിട്ടും. ഇത് ഏറ്റവും നല്ല കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് കൊറിയക്കാരെപ്പോഴും എല്ലാത്തിനും അവർ ഈ ചോറരച്ചാണ് കാണിക്കുന്നത്. നമ്മളൊക്കെ ഇത് വളരെ വൈകിപ്പോയി ഇത് ചെയ്തപ്പോൾ. അപ്പോൾ കയ്യിലായതൊക്കെ നമുക്കിതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഉടനടി നമുക്ക് ലൈവായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതേ നമുക്ക് നന്നായിട്ട് നല്ല ക്രീം തന്നെ. ഇനി നമുക്കിതിൽ എന്തായിട്ട് കൊടുക്കണ്ടേന്ന് ഞാൻ പറയാം. അപ്പം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല സാധനം, നമ്മുടെ വിറ്റാമിൻ ഇ ഓയിൽ.
അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു സാധനം കൂടി ഇട്ട് കൊടുക്കണേ. അപ്പം ഇനി നമ്മളെടുക്കുന്നത് നമ്മുടെ അലോവേര ജെല്ല്. അത് ഒരു സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതാണ്. ഇതിപ്പോൾ തീർന്ന് വേറെ മേടിക്കണം. അപ്പം ഇതാണ് നമ്മളിനി ഇതെല്ലാം കൂടി നല്ല, അപ്പോൾ ഇത് നമുക്ക് ഈ വിറ്റാമിൻ ഇ ഓയിലും അലോവേര എല്ലാം നല്ലതായിട്ട് മിക്സാണ്. ഈ ക്രീമിൽ നല്ല ഒരു റെഡിയാണ്. എൻ്റെ പൊന്നോയിൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് തരുന്നത്. സ്കിൻ നല്ല എന്താ പറയുക, നല്ല നിറം കിട്ടും നമുക്ക്. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഒത്തിരി നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. റിസൾട്ട് കിട്ടാണ്ട് നമ്മൾ ചുമ്മാ ഒരു സാധനം കാണിക്കത്തൊന്നുമില്ല. നമുക്ക് റിസൾട്ട് കിട്ടി നല്ലതായിട്ട് ഇതാവുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാറുള്ളൂ. ഇതുണ്ടോ, നല്ല അടിപൊളി ക്രീം. പിന്നെ നമുക്കിത് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അധികം നേരമൊന്നും വേണ്ട. ദിവസവും ഒരു 15 മിനിറ്റ്. അടിപൊളി റിസൾട്ടാണ് ഇത്. എന്താ പറയുക, ചുമ്മാ പറയണതൊന്നുമല്ല. നിങ്ങളൊന്ന് ദയവ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല കളറ് കിട്ടും നമുക്ക്. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ പറയില്ല, എല്ലാവരും ഇങ്ങനെ പറയുന്നത് അടിപൊളി. നമ്മളിത് നോക്കി നല്ലവണ്ണം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല നിറം കിട്ടും നമുക്ക്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്ര നിറമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നമ്മൾ ഓരോ ടിപ്സും ഒക്കെ ചെയ്താണ് നമുക്ക് നല്ലതായിട്ട് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ കൊറിയക്കാരുടെ ഒരു കൊറിയൻ രഹസ്യമാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് നിങ്ങൾക്ക് റിസൾട്ടും കൂടി കാണിച്ചു തരാൻ പറ്റിയ ഒരു ഇതാണ്. അല്ലാണ്ട് ഇത് ഞാൻ ചുമ്മാ കാണിക്കണമല്ല. ഇത് ലൈവായിട്ട് ഞാൻ നിങ്ങളെ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം, എങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന്. ഇതിൽ ചോറും പിന്നെന്താ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല്. ഇപ്പം കറ്റാർവാഴ നമുക്ക് റെഡിമെയ്ഡ് ഇത് മേടിച്ചില്ലെങ്കിൽ വീട്ടിലുള്ള നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വിറ്റാമിൻ ഇ ഓയിൽ അടിപൊളി ഇതാണ് നമുക്ക്. അപ്പം ഞാനിത് ഒരാഴ്ച ഇത് യൂസ് ചെയ്തു. അപ്പോൾ യൂസ് ചെയ്ത് നമ്മൾ നോക്കും. എന്നിട്ട് നമുക്കൊരു റിസൾട്ട് അതിന് പറ്റിയത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ അതേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ലൈവായിട്ട്. ഇതിൻ്റെ ഇത് ചെറുതായിട്ടൊന്ന് മസാജും കൂടി കൊടുക്കണം. നമ്മൾ എന്ത് ഇട്ടാലും മസാജ് കൊടുക്കണേ. ഇപ്പം ഞാൻ ഇന്നലെയൊക്കെ ഓരോന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് 15 മിനിറ്റ് ആകുമ്പോഴേക്ക് നമുക്കൊരു വലിച്ചിൽ വരും. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, കുറച്ച് വെള്ളം ഒന്ന് തൊട്ടിട്ട് വേണം നമ്മൾ പിന്നെ ഒരു മസാജും കൂടി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് റിമൂവ് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് നിന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിച്ചു തരാം. അത് എല്ലായിടും ഞാൻ പുരട്ടിയിട്ടുണ്ട്, കണ്ണിൻ്റെ മേളിലും ഒക്കെ പുരട്ടിയിട്ടുണ്ട്, കഴുത്തിലും. അപ്പോൾ എന്ത് പറ്റിയാൽ കഴുത്തിലും കൂടി ഒന്ന് ചെയ്യണേ. അപ്പോൾ ചോറ് നമ്മൾ എന്തായാലും മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. എന്നാലും നമുക്ക് ആ ക്രീമി ഫോമിൽ, അല്ലെങ്കിൽ എന്തായാലും നമുക്ക് കുറച്ച് തരിയരിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാവേ. അപ്പോൾ അതേ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മുഖത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ലൈവായിട്ട് ഞാൻ എങ്ങും പോവാണ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ തുടച്ച് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് വെള്ളം ഒന്ന് തൊട്ടേച്ച് നമ്മളെ ഈ ചോറിൻ്റെ ക്രീം ആയതുകൊണ്ട്
വലിയും. അപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറിയൊരു മസാജ് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് തുടച്ചിങ്ങെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടാവുമല്ലോ നമ്മുടെ റൈസിൻ്റെ പ്രയോഗം. നല്ല ഒരു എന്താ പറയണ, ഇതാണ് കൊറിയൻ രഹസ്യം. അപ്പം നമുക്ക് എങ്ങും പോകണ്ട, വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്കൊരു സുന്ദരിയാകാം. ഇങ്ങനെയുള്ള ക്രീമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയണ, വേറെ വലിയ ഇതിനൊന്നും പോകണ്ട നമ്മൾ. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഒരു നിറം കിട്ടും നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് നമുക്ക് ഒരു കുഴപ്പവും വരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ 2 ദിവസം, ഇപ്പോൾ ഒരു ദിവസം നിർത്തി നമുക്ക് പിന്നെ ഒരു കളറ് മാറുമോ, ചിലപ്പോൾ നമ്മൾ 2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നും മുഖത്ത് യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡള്ളാവില്ല, അങ്ങനെയൊന്നും വരത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നല്ലൊരു റിസൾട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കണ്ടപ്പം? നേരിട്ട് ഞാൻ കാണിച്ചു തന്നതല്ലേ. അപ്പോൾ ഒരു പണിയുമില്ല. നമ്മുടെ ചോറ് കുറച്ചെടുത്ത് 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് എടുത്ത് ഒരു നല്ല തുണിയിൽ അരിച്ചെടുത്തിട്ട് കറ്റാർവാഴയുടെ, ഇപ്പോൾ വീടുകളിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, അത് കുറച്ചെടുക്കുക. പിന്നെ നമുക്കൊരു വിറ്റാമിൻ ഓയിൽ, അതിപ്പോൾ വലിയ പൈസ പോലും അത് ഒരെണ്ണം അത് ഇട്ട് കഴിഞ്ഞ് നമുക്കത് എടുത്ത് വെച്ചാൽ ഒരു 3-4 ദിവസം സുഖമായിട്ട് ഉപയോഗിക്കാം. അപ്പം കണ്ട, ഇത് അടുത്ത് നിങ്ങൾ നോക്കിക്കേ, അതിൻ്റെ നിറം നോക്ക് കണ്ട, ശരിക്കും നമ്മളൊരു മേക്കപ്പ് ഇട്ട ഒരു ഇതാണ്. അപ്പം ഞാൻ ഇതുവരെ ഇട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, എന്നിട്ട് അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇപ്പം ഞാൻ നിങ്ങളതേ കാണിച്ചു തന്നത്. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പം എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചുമ്മാതെ പറയണതല്ല, ഇത് നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ ഓരോ കമൻറ്റും അതൊക്കെ ഇട്ടിട്ട് കാര്യമില്ല, ചീത്ത കമൻറ്റൊന്നും ഇട്ടിട്ട് നമ്മളിത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ പെരട്ടിയായിട്ട് ലൈവായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന കാര്യമാണ്. സ്കിൻ നല്ല സോഫ്റ്റുമായി നല്ല നിറം വെക്കും. എന്താ പറയുക, ശരിക്കും ഒരു നമ്മൾ മേക്കപ്പ് ഇട്ടൊരു ഫീലിംഗാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിങ്ങ-1-ാം കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് ആദ്യം നോക്കുന്നത് തന്നെ നമുക്ക് എന്തെങ്കിലും മാവൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങിയാന്നൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇഡലിയും ചമ്മന്തിയും ആണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ 5 മണിയായിട്ടുള്ളൂ വെളുപ്പിന്. അപ്പം ഞാൻ ആദ്യം ചെയ്ത പരിപാടി ഇതൊക്കെ ഒന്ന് നോക്കി എങ്ങനെയൊക്കെ പൊങ്ങിയിട്ടുണ്ടോ എന്താണെന്നൊക്കെ നോക്കി, എന്നിട്ട് ഇഡലിക്ക് വെച്ചു. അപ്പം ഞാൻ കുമാരനെല്ലൂർ പോകാനായിട്ട് പോവുകയാണ്. അപ്പം വന്നിട്ടൊക്കെ ഉള്ളൂ കേട്ടോ, ഇനിയിപ്പോൾ ചമ്മന്തിയൊക്കെ വന്നിട്ടേ റെഡിയാക്കുന്നുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഇഡലിയൊക്കെ നല്ല ഒക്കെ എന്താ പറയുക 2 ട്രിപ്പ് ഇഡലിയൊക്കെ വേണമായിരുന്നു. അപ്പം അതൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ പാലൊക്കെ തിളപ്പിച്ച് വെച്ചു. അപ്പോൾ ഇനി കുളിച്ച് നമുക്ക് അമ്പലത്തിൽ പോകണം, പിള്ളേരെയൊക്കെ വിളിക്കണം. അപ്പോൾ ആരും എണീറ്റിട്ടില്ല. അപ്പം ഞാനും പിള്ളേരും കൂടിയാണ് പോകുന്നത്. ചേട്ടൻ ഇന്ന് നേരത്തെ പോകണം, എന്ത് തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് പൊക്കോളാൻ പറയും. ചേട്ടനപ്പോൾ രാവിലെ നടക്കാനൊക്കെ പോയി. അപ്പോൾ രാവിലെ എണീച്ച് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഭഗവാനോടൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു മഴ കുറച്ച് പെയ്തെന്ന് തോന്നുന്നു. മുറ്റമൊക്കെ കുറച്ച് നനഞ്ഞ് കിടപ്പുണ്ട്. അവ രാത്രി എങ്ങാണ്ട് പെയ്തെന്ന് തോന്നുന്നു.
അപ്പം ഞാൻ എല്ലാവരെയും വിളിച്ച് എണീപ്പിച്ച് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ എണീറ്റ് ഓരോരുത്തർ കുളിക്കലും ഇതൊക്കെയാണ്. അങ്ങനെ ഞാനും റെഡിയാനൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. അപ്പം ഞാൻ മോൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേണ്. ഇതൊക്കെ കുളിച്ചതിനെയൊക്കെ ഒന്ന് പുറത്തിറക്കി എടുക്കണമെങ്കിൽ 1 മണിക്കൂർ പിടിക്കും നമ്മൾ. ഒന്നാമത് രാവിലെ ഇതൊക്കെ കിടക്കുമ്പോൾ 10 പാതിരയാവും കിടക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ രാവിലെ വിളിക്കുമ്പോൾ എണീക്കാനും മടിയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ചിങ്ങം 1-ാം തീയതി ആയിരുന്നായിരിക്കും. ഭയങ്കര തിരക്കെന്ന് ഭയങ്കര തിരക്ക്. ഇപ്പോൾ പക്ഷേ പഴയ പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അമ്പലത്തിൽ ഒന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സും അതും ഇതൊക്കെ നമ്മൾ തൊഴണയൊക്കെ എടുക്കാറ്. ഇപ്പോൾ ഒന്നും പാടില്ല എന്ന് പറഞ്ഞ് എല്ലാ വശത്തും എഴുതി വെച്ചേക്കണേണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കാത്തൂരെല്ലാം ഉറക്കത്തിൽ നിന്ന് പിടിച്ചെടുക്കെ എണീപ്പിച്ചേക്കണേണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ചമ്മന്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞായിരുന്നില്ലേ. അപ്പോൾ വന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് വരുകയും ചെയ്ത്. എനിക്ക് തോന്നുന്നു 7:30 കഴിഞ്ഞപ്പോൾ തന്നെ എത്തി. പിന്നെ വന്ന് ഞാൻ പെട്ടെന്ന് ചമ്മന്തി ഉണ്ടാക്കി. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒത്തുകല്യാണോ ഒരു കല്യാണമുണ്ട്. കല്യാണമല്ല, എൻഗേജ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. അത് മനസ്സമ്മതം. അപ്പം അവിടെ ഒന്ന് പോകണം. പള്ളിയിൽ വെച്ചാണേ. അപ്പോൾ ചേട്ടന് വേറൊരു കല്യാണമുണ്ട്. അപ്പം ഞാനും പിള്ളേരും കൂടി അതിനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉച്ചക്കത്തേക്ക് വേണ്ട, ഫുഡൊന്നും വേണ്ട. അപ്പം ഞാൻ അതുകൊണ്ട് വലിയ ധൃതിയിൽ നമുക്ക് വന്നിട്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ഞാനത് കാരണമാണ് വന്നിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഇനി നമുക്ക് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഉച്ചക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഉണ്ടാക്കാനൊക്കെ എനിക്ക് മടിയാണ് പിന്നെ ഉണ്ടാക്കലൊക്കെ. അപ്പം ഞാനെന്നാൽ രാവിലെ തന്നെ വൈകിട്ട് എന്താ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കിയൊക്കെ വെച്ചേ പോവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വൈകിട്ട് വന്നിട്ട് ഒന്ന് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. നമ്മൾ കിടന്ന് പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് എണീച്ച് പണിയുക, അതൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കണേണ്. ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് 12-നും 12:30 കിടക്കുകയാണ്. അപ്പം പള്ളിയിലൊക്കെ ആകുമ്പോൾ ചടങ്ങൊക്കെ ഇപ്പോൾ ഉച്ചക്കായിരിക്കും. അപ്പം വേണമെങ്കിൽ നമുക്ക് രാവിലെ ഒന്ന് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാം. പക്ഷേ പിന്നെ വൈകിട്ട് നമ്മൾ ഫ്രീ ആകലൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ പെട്ടെന്ന് ചമ്മന്തിയൊക്കെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ചേട്ടൻ പോകാൻ റെഡിയായിട്ട് നിൽക്കണേണ്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പം ഉണ്ടാക്കിയ കാരണം കുറച്ച് ലേറ്റായി. അപ്പം ഞാനിന്ന് ഉപ്പൊന്ന് നോക്കുവാണ്. അപ്പം കുറച്ച് ഉപ്പ് രണ്ടാമത് ഇട്ട് കൊടുത്തപ്പോൾ ശരിയായി. എനിക്ക് ഉപ്പൊക്കെ അധികം കൂടണം, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇവിടെ ഞാനും ചേട്ടനും കൂടി എപ്പോഴും വഴക്കാണ്. ഞാനൊന്നിനും ഉപ്പ് ഇടില്ല, ഉപ്പ് കുറവാന്ന് പറയും എന്നോട്. പക്ഷേ എനിക്ക് ആ ഉപ്പ് കൂടുതലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പ് കുറവാണെങ്കിലും സഹിക്കാം, ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് വെക്കാം. കട്ടുപ്പിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം
ഞാനതുകൊണ്ട് എല്ലാത്തിലും ഭയങ്കരമായിട്ട് ഉപ്പ് കുറവാക്കിയാണ് ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഇരുന്ന്. അപ്പോൾ എല്ലാവരും ടി വിയുടെ മുമ്പിലോട്ട് പോകും. ചേട്ടനപ്പോൾ കഴിച്ചിട്ട് പോയി. പിള്ളേർ രണ്ടുമാണെങ്കിൽ നേരെ ടി വിയുടെ മുമ്പിലോട്ട് പോകും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്തിനാ ഇരിക്കണം. അപ്പം ഞാനും ടി വിയുടെ അടുത്തോട്ട് തന്നെ ഞാനും പോയിരുന്ന് കഴിച്ചു. അപ്പം ഞാനിന്ന് വൈകിട്ടത്തേക്ക് ചപ്പാത്തി ബട്ടർ ചിക്കനുമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണത്. അപ്പോൾ ചപ്പാത്തി എന്തായാലും പുറത്തുനിന്ന് ഇപ്പം ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥലമുണ്ടല്ലോ. പാക്കറ്റ് ചപ്പാത്തി ഒരിക്കലും മേടിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ എന്താണ്ടൊക്കെ വിഷമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരിക്കലും മേടിക്കത്തില്ല. ഇപ്പോൾ ചപ്പാത്തി ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് എപ്പോഴും ഞാൻ ചപ്പാത്തി ഇപ്പം ചേട്ടൻ മേടിച്ചുകൊണ്ട് വരുന്നത്. ചൂടോടെ കൊണ്ടുവരും. അപ്പം ചിക്കനും കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അന്ന് ചിക്കനൊന്ന് റെഡിയാക്കണം. അപ്പോൾ എല്ലാം ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും നമ്മളൊന്നും കൂടിയൊക്കെ കട്ട് ചെയ്ത് ഒക്കെ ഒന്ന് റെഡിയാക്കി. അപ്പം എനിക്കാണെങ്കിൽ എല്ലാം ഞാനിപ്പോൾ ഇന്ന് റെഡിയാക്കുന്നുണ്ടേ. ഇതെല്ലാം പുരട്ടിയൊക്കെ വെച്ച്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മളപ്പോൾ ഒന്ന് പെട്ടെന്ന് എന്താ പറയുക, അതൊന്ന് ചിക്കനൊന്ന് വറുത്തൊക്കെ എടുക്കേണ്ട കാര്യമുള്ളൂ ബട്ടർ ചിക്കനാകുമ്പം. പിന്നെ അതിലോട്ടുള്ള സവാള, തക്കാളി ഇതൊക്കെ അരിയണം. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി വൈകിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് ഒരു 4 മണി നേരം കിടന്നുറങ്ങും. പിന്നെ നമ്മൾ ചിലപ്പോൾ ഉറങ്ങുമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ കൂടുതൽ നേരവും നമ്മൾ മൊബൈലിൽ ഇപ്പോൾ കുറേ പേരുടെ വീഡിയോസൊക്കെ കാണാനുണ്ടാവും. അങ്ങനെ കണ്ട് അപ്പോൾ അങ്ങനെ കുറേ സമയങ്ങളൊക്കെ നമ്മുടെ പോകും. അപ്പോൾ അങ്ങനെ ഉറങ്ങൂല. പക്ഷേ അന്നേരം എണീക്കുമ്പോൾ നമ്മുടെ സമയം പോകുന്നിട്ട് ഞാൻ ഇപ്പം തന്നെ എല്ലാം അങ്ങ് റെഡിയാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം പോയി കിടക്കണമെന്ന്. ഇങ്ങനെ വെളുപ്പിനൊക്കെ എണീച്ച് കഴിഞ്ഞപ്പം ചെറിയൊരു മടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഒന്നാം തീയതി കിടന്ന് ഉറങ്ങണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വന്ന് ഈ ചിക്കനൊക്കെ ഒരുമാതിരി വലിയ പീസായിരുന്നൊക്കെ. അപ്പം ഞാനെടുത്ത് കുറച്ച് ബട്ടർ ചിക്കനും എടുത്ത് വെച്ച്. പിന്നെ നാളെ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ കുറച്ച് ചിക്കൻ എടുത്ത് അതും മാറ്റി വെച്ച്. അപ്പം ഞാനങ്ങനെ മാറ്റി വെക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നാളെ നമ്മളെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിലുള്ള മസാലയൊക്കെ പുരട്ടി വെക്കും. ഇപ്പോൾ എന്തൊക്കെ ഇഞ്ചി പേസ്റ്റ്, ഉള്ളി പേസ്റ്റൊക്കെ ഇടണം, എന്തെല്ലാം മസാല ഇടുന്നുണ്ട് അതെല്ലാം ഇട്ട് ഒക്കെ റെഡിയാക്കി ഫ്രീസറിൽ വെക്കും. പിന്നെ നമ്മളപ്പോൾ അത് എടുത്ത് 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതല്ലാണ്ട് പിന്നെ നമ്മൾ രാവിലെ അത് വെള്ളത്തിലിട്ട് പിന്നെ അടുത്ത മസാല ഇട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇരട്ടിപ്പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്ത് വെക്കുള്ളൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ റെഡിയാക്കി വെക്കും. ഇപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനും എല്ലാം ഒക്കെ പുരട്ടി ഒക്കെ റെഡിയാക്കി അതുമൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി തീരും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെറുതെ ഇറച്ചി ഇപ്പോൾ എടുത്ത് വെക്കണമെങ്കിൽ പിന്നെ വൈകിട്ടാകുമ്പോൾ പിന്നെ ഇഞ്ചി പേസ്റ്റ് എടുത്ത്, ഉള്ളി പേസ്റ്റ് എടുത്ത് അതിൽ മസാല ഇട്ട് അപ്പോൾ അത് പുരട്ടി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് പിന്നെ അത് വറക്കാൻ വെച്ച്. അപ്പോൾ ഒക്കെ നമ്മുടെ ടൈം ഒത്തിരി പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്യാണ്ട് പണി ചെയ്ത് കഴിഞ്ഞാലൊക്കെ വൈകിട്ടൊന്ന് കുറച്ച് നേരം ഇരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒട്ടും റെസ്റ്റ് ചെയ്യാണ്ട് അതേ ഇരിക്കുന്നത്, അങ്ങനെ നിന്ന് പണിയുന്നത്. എന്നിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ബട്ടർ ചിക്കനിലുണ്ടാക്കാനുള്ള ഒക്കെ എടുത്ത് കുറച്ച് എല്ലാം കുറച്ചിട്ട് പുരട്ടി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ബട്ടർ ചിക്കനിൽ തൈര് എനിക്ക് അന്നേരം ഉണ്ടായിരുന്നില്ലേ, വൈകിട്ടാണ് തൈര് മേടിച്ചത്. പിന്നെ വൈകിട്ടാണ് തൈര് ഒഴിച്ച് വെച്ചത്. ശരിക്കും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് തൈര് ഇപ്പോൾ കുഴച്ച് വെക്കണം. അപ്പോൾ ഈ ബട്ടർ ചിക്കന് ഞാൻ 100 പ്രാവശ്യം കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അത് പ്രത്യേകിച്ച് ഞാനങ്ങ് പറയുന്നില്ല. അപ്പോൾ ഇവിടെ പിള്ളേർക്കും ചേട്ടനും ബട്ടർ ചിക്കനാണ് ഇഷ്ടം. എനിക്കത്രയ്ക്ക് ഇഷ്ടമല്ലത്. എനിക്ക് ചില്ലി ചിക്കനാണ് ഇഷ്ടം. ബട്ടർ ചിക്കനോട് എനിക്കത്ര വലിയ പിടുത്തമില്ല. അപ്പോൾ അവർക്കത് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എല്ലാം ഒക്കെ റെഡിയാക്കി ഒക്കെ വെക്കാം. അപ്പോൾ പിന്നെ രാവിലെ രാത്രി നമുക്ക് ചപ്പാത്തിയുടെ പണിയുമില്ല. ഓൺലി കറി മാത്രം വെച്ചാൽ മതി.
അപ്പം പെട്ടെന്ന് അത് തീർത്താൽ അതും നമ്മുടെ ജോലി കഴിഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഇഞ്ചി ഉള്ളി പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കണമെങ്കിൽ എനിക്ക് വലിയ ഉപകാരമാണ്. ഇങ്ങനെയുള്ള കറിക്കൊക്കെ പിന്നെ അന്നേരം നമ്മൾ ചതക്കാൻ നടക്കണ്ട. അപ്പം ഞാനെപ്പോഴും വെളുത്തുള്ളി ഇഞ്ചിയും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ആദ്യം തന്നെ വെളുത്തുള്ളി ഒന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടേക്കും. അല്ലെങ്കിൽ വെളുത്തുള്ളി പൊളിക്കാൻ നമ്മുടെ കൈ വേദനെടുക്കും, തൊലി പോവും. അപ്പം ഞാൻ കുറച്ച് നേരം വെളുത്തുള്ളി വെള്ളത്തിലിട്ടിട്ട് അത് പൊളിച്ചിട്ട് നമ്മുടെ ഇഞ്ചിയും ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് രണ്ടും കൂടി കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് ഒരു പാത്രത്തിൽ വെക്കും. കുറച്ച് നമുക്കിങ്ങനെയുള്ള പുരട്ടി വെക്കാനുള്ള ആവശ്യത്തിന്, ബാക്കിയെല്ലാം നമ്മൾ അപ്പം ഉള്ള ആവശ്യത്തിന് വേണ്ടി പൊളിച്ചെടുക്കുകയുള്ളൂ. അപ്പം സമയം കിട്ടുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇതും ചെയ്ത് വെക്കും. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് എളുപ്പമല്ലേ മസാലയൊക്കെ പുരട്ടി വെക്കാനൊക്കെ. നമുക്ക് ഏറ്റവും സമയം പോകണ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ റെഡിയാക്കിയാലാണ് ഏറ്റവും നമ്മുടെ പാട്. അപ്പം നമ്മൾ വെറുതെ ഇരിക്കുമ്പം അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ചെയ്ത് വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഒരു സെറ്റ് നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഞാനെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കും. വൈകിട്ടാകുമ്പോഴേക്കും നമുക്കൊന്ന് അത് വൈകിട്ട് നമുക്ക് പണിയൊന്നുമില്ലേ, പെട്ടെന്ന് നമുക്കിത് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ നാളത്തേക്ക് കുറച്ച് ഫ്രൈഡ് റൈസ് വെക്കണം. അപ്പോൾ അതിനുള്ള അപ്പോൾ എങ്ങനെ ഫ്രൈഡ് റൈസ് വെക്കണമെന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഞാനിന്നൊരു ബിരിയാണി മസാല ചേർക്കുന്നുണ്ടേ. എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരുപോലെയല്ല, അപ്പോൾ ഒന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ കുറച്ച് ബിരിയാണി മസാല ചേർക്കുന്നത്. ബാക്കിയുള്ള മസാലയൊക്കെ സാധാരണ പോലെ തന്നെ ഇടും. എന്നിട്ട് പിന്നെ നമ്മുടെ ഇതില്ലേ എന്തെന്നാണ് പറയണത്, ഗരം മസാല അത് കുറച്ചിട്ടിട്ട് നമ്മുടെ ബിരിയാണി മസാല ഇച്ചിരി കൂടുതലിടും. അപ്പോൾ ഇന്നതാണ് കുറച്ചൊരു ഡിഫറെൻ്റായിട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇത് നേരെ ഫ്രീസറിലോട്ട് കയറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തെന്നാ ബട്ടും കരൾ അങ്ങനെയുള്ള സാധനം അതൊന്നും നമ്മൾ എടുക്കത്തില്ലേ. അത് നേരെ ആപ്പിളൂന കൊടുക്കുന്നത്. ഇവിടെ കരളെടുക്കത്തില്ല ഒന്നിൻ്റെ. അപ്പം നമ്മൾ അത് വേറെ അവന് വേവിച്ച് കൊടുക്കും. അപ്പോൾ ഇതാണ് ഞാൻ ബിരിയാണി മസാല, കുറച്ച് ബിരിയാണി മസാലയും കൂടെ അങ്ങ്. അപ്പോൾ ഇതെന്താ അറിയാം, നമ്മളിങ്ങനെ ഒരു നൈറ്റ് ഓവർനൈറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം നല്ലതായിട്ട് നമുക്ക് എന്താ പറയുക, നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. നമ്മൾ അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കാനല്ലേ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറി നല്ല അടിപൊളിയായിരിക്കും, നമ്മുടെ പണിയും കഴിയും. അപ്പോൾ എൻ്റെ ഇത് കഴിഞ്ഞ് ഒരു പണിയും കൂടി ഉണ്ട് കേട്ടോ എനിക്കിനി. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വഴറ്റണ്ടേ. അപ്പോൾ അതിന് വേണ്ടി അത് രണ്ടും ഒന്ന് അരിഞ്ഞ് വെക്കണം, എന്നാലേ നമ്മുടെ പണി തീരത്തുള്ളൂ. അങ്ങനെ അപ്പോൾ അതും നന്നായിട്ട് ഞാനൊന്ന് ഫ്രൈഡ് റൈസിൻ്റെ ചിക്കനും കൂടി നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ സവാളയും തക്കാളിയും കൂടി അതും കൂടി അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച് വഴറ്റി വെക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനെല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ വൈകിട്ട് വഴറ്റാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അപ്പം ഞാൻ കുക്കറിൽ അപ്പോൾ ചേട്ടൻ ചിലപ്പോഴാണേ കല്യാണത്തിന് ചിലപ്പോൾ
സമയം കിട്ടിയാലേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ചോറ് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അരനാഴി ചോറിട്ടിട്ട് കുക്കറിൽ വേവിച്ച് പിന്നെ നമുക്കത് ഊറ്റിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താണ് പോയത്. ചിലപ്പോഴാണെങ്കിൽ കല്യാണത്തിനും അല്ലെങ്കിൽ വീട്ടിൽ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം എന്നാൽ പിന്നെ ചോറ് വെക്കാണ്ട് പറ്റത്തില്ലല്ലോ എന്ന് പിന്നെ ഞാൻ ചോറ് വെച്ചു. കുറച്ച് ചിക്കൻ എടുത്ത് ചേട്ടനുള്ള ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ വെച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പാണേ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു വേഗം റെഡിയാവും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ രണ്ടും അതുകൂടി ഇരിക്കണേണ്. പിന്നെ ഞാൻ ചെല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേണ്. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പള്ളിയിലൊക്കെ അത് ഞാനെടുക്കാം. ഞാനിപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ഈ ബെഞ്ചമിൻ ബേലി ഹാളിൽ വെച്ചായിരുന്നു കേട്ടോ ഇത് ഈ എൻഗേജ്മെൻറ്റ്. അപ്പം ഞാനവിടെ നിൽക്കുമ്പോൾ ഒരു കൊച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു, യൂട്യൂബ് ചാനൽ ഉള്ളതാണോ, യൂട്യൂബ് ചാനൽ നടത്തണതല്ലേ എന്ന്. ഇപ്പം ഞാൻ പറഞ്ഞാന്ന്. അപ്പം ഞാൻ മോളുടെ പേരെന്താ, ഇപ്പം എന്തോ നവമി വ്ളോഗ്സ് അങ്ങനെ ഏതാണ് കൊച്ചു പറഞ്ഞത്. അപ്പം നമ്മൾ ഇങ്ങനെ പുറത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്നാളും ഞാൻ ഇതുപോലെ ഇന്നിപ്പോൾ ഒരു ആൾ വന്നിട്ട് ചോദിച്ചു യൂട്യൂബ് ചാനൽ നടത്തണതല്ലേ. അപ്പം എന്നോട് ഈ കൊച്ചും പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറയാം പിന്നെ ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെയൊക്കെ ഞങ്ങളത് കഴിക്കാനൊക്കെ വന്നിരുന്നു. അപ്പോൾ അവനോട് ഞാൻ വീഡിയോ നോക്കാൻ പറഞ്ഞപ്പോൾ അവനെ തൊഴുത് കാണിക്കണേക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡപ്പം അവിടെ എന്തോ ഒരു സ്റ്റേജിൽ എന്തോ ഒക്കെ കയറി എന്തോ ഒക്കെ പ്രോഗ്രാം ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് മണവാളും മണവാട്ടി. ഇതാണേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ അതേ മോൻ കാറ് കൊണ്ട് നിർത്തി. അല്ല, അവൻ കാറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഞങ്ങൾ. അപ്പോൾ അത് ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്മൂമ്മയാണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞാണ് ഞാനപ്പോൾ രാവിലെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നില്ലേ സവാളയൊക്കെ, അതൊക്കെ ഒന്ന് വഴറ്റി. അപ്പോൾ പിള്ളേർക്ക് പാൽ കൊടുക്കാൻ വേണ്ടി പാലും ഒക്കെ വെച്ചു. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ ഒക്കെ റെഡിയാക്കാൻ പറ്റി. എല്ലാം അരിഞ്ഞൊക്കെ വെച്ചേക്കണുണ്ട്. പിന്നെ അതിൻ്റെ മസാലയൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് ചിക്കൻ വറക്കണമായിരുന്നു. അപ്പം പിന്നെ അടുത്തത് അത് വഴറ്റി വെച്ചിട്ട് പെട്ടെന്ന് ചിക്കൻ ഇട്ട്. അപ്പം ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സവാളയുടെയൊക്കെ ചൂടാറിക്കഴിഞ്ഞാൽ അത് മിക്സിയിലടിച്ചാൽ ഇത് നമുക്ക് അങ്ങോട്ട് ഇടാം. അപ്പം നമ്മുടെ ജോലി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചിക്കനും എല്ലാം അതുമൊക്കെ ഇട്ട് നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാത്തു ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാണ് അവൾ. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പരിപാടിയാണ് നമ്മുടെ കസൂരി മേത്തി. അതൊന്ന് പൊടിച്ചിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോണേണ്. വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക്